ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ വേളയിൽ തന്നെ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിൽ കേസെടുത്ത മലയാളി പാസ്റ്ററെക്കുറിച്ച്. ആ മലയാളി പാസ്റ്റർക്ക് ഇന്ന് നിർണായകമാണ്. ഇടുക്കി കട്ടപ്പന സ്വദേശി തോമസ് ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ദൌസ ജില്ലാ കോടതി പരിഗണിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് തോമസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഹുൽ സുരേഷ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, പാസ്റ്ററുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ നമ്മൾ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കണ്ടതുപോലെയുള്ള പുറത്തുനിന്നുള്ള പിന്തുണ അധികം കാണുന്നില്ല. എപ്പോഴാണ് കോടതിയിൽ അപേക്ഷ എത്തുക? സുജയ പാർവതി, പാസ്റ്റർ തോമസ് ജോർജിന് ഇന്ന് അതിനിർണായകമാണ്. ഇന്ന് രാവിലെ 11:30 കേസ് പരിഗണിക്കാൻ പോകുന്നത്. രാജസ്ഥാനിലെ ദൌസ ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. തോമസ് ജോർജിന് വേണ്ടി അഡ്വക്കേറ്റ് ഒ പി ചോക്യാടിവയ്യാണ് കോടതിയിൽ ഹാജരാകാൻ പോകുന്നത്. നേരത്തെ കേസ് 2 തവണ പരിഗണിച്ചതാണ്. ജൂലൈ 29 തീയതിയും ഓഗസ്റ്റ് 1 തീയതിയും കേസ് പരിഗണിച്ചപ്പോൾ അത് പരിഗണിക്കാനായി വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വീണ്ടും കേസ് കോടതിയിൽ എത്തുന്നത്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി 10ഓളം അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായത്. ഇതിൽ 3 പേർ വാദത്തിന് വേണ്ടി നേരിട്ട് ഹാജരാവുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുന്നു എന്നാണ് പാസ്റ്റർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വലിയ ആശങ്കയിലാണ് പാസ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഈ കേസ് അതിസങ്കീർണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാത്തതുകൊണ്ടാണ് കൂടുതൽ പിന്തുണ ഉണ്ടാകാത്തതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നിലവിൽ മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചാരണം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെ, അതായത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 15 തീയതിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ദൌസ പോലീസ് ഇതിലിപ്പോൾ എടുത്തിരിക്കുന്ന കേസുകൾ നമ്മൾ നോക്കുമ്പോൾ രാഹുൽ സുരേഷ്, ഭാരതീയ ന്യായ സംഹിതയിലെ 4 വകുപ്പുകളുണ്ട്. വിദ്വേഷ പ്രചാരണം, മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുമുണ്ട്. വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിച്ചതാണ്. നമുക്ക് ആ പാസ്റ്ററിലേക്ക് ഒന്ന് പോകാം. പാസ്റ്റർ തോമസ് ജോർജ് നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് പാസ്റ്റർ തോമസ് ജോർജ്. താങ്കൾക്കെതിരായ കേസിലെ ജാമ്യാപേക്ഷ ഇന്ന് ദൌസ കോടതിയിൽ വരികയാണ്. ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷ ഉണ്ട്, പക്ഷെ അറിയില്ല അവരുടെ നിയമ സംവിധാനം എങ്ങനെയാണെന്ന് അറിയില്ല. വെയിറ്റ് ചെയ്യുകയാണ്. പ്രതീക്ഷിക്കുന്നുണ്ട് എന്റെ വക്കീല് അവിടെ ഇന്ന് 11:30 ഹാജരാകും. താങ്കൾക്കെതിരെ കെട്ടിച്ചമച്ച കേസ് ചുമത്തിയെന്ന പരാതിയുമായി താങ്കൾ രംഗത്ത് വരുന്നത് കന്യാസ്ത്രീകളുടെ കേസ് ചർച്ചയായ വേളയിലാണ്. താങ്കൾക്കെതിരെ ഈ കേസെടുത്തത് എന്നാണ്? എനിക്കെതിരെ കേസെടുത്തത് 15 തീയതിയാണ്. ജൂലൈ 15 കേസെടുത്തു. കന്യാസ്ത്രീകൾക്കെതിരായ കേസ് വരുന്നത് ജൂലൈ 25 താങ്കൾക്ക് കേരളത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ഒക്കെയുള്ള എന്തെങ്കിലും സഹായം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? കേരളത്തിൽ നിന്നുള്ള സഭയിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രാജസ്ഥാനിലുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഹെൽപ്പുണ്ട്. അവരാണ് എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. താങ്കളുടെ സഭയുടെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് രാജസ്ഥാനിൽ? രാജസ്ഥാനിൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ചർച്ച് മിനിസ്ട്രിയാണ്. ആൾക്കാർ ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ വരും, പ്രാർത്ഥിക്കും. മറ്റൊന്ന് ഞങ്ങൾക്ക് ഒരു മതപരിവർത്തനം, ഞാൻ എൻ്റെ ചർച്ചിന്റെ ബോർഡിന്റെ മേളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇവിടെ യാതൊരു മതപരിവർത്തനം നടത്തത്തില്ല, നോ ഇല്ലീഗൽ ഫോഴ്സ് എന്നും പറഞ്ഞ് വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ദൈവവചനം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥിക്കും. ഇത് മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങളുള്ളൂ. ഈ ആരാധനാലയത്തിന് മുന്നിലേക്ക് ബുൾഡോസറുമായിട്ടൊക്കെ എത്തിയെന്നൊക്കെയാണ് താങ്കൾ പറയുന്നതായി ഞാൻ നേരത്തെ കേട്ടത്. അവിടെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേരിടുന്ന ഭീഷണി? ബുൾഡോസറുമായിട്ട് എത്തിയതിന്റെ TV ചാനൽ ഇതെല്ലാം ഫോട്ടോകളെല്ലാം വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൽ അങ്ങനെ ഒന്നുമില്ല. 22 വർഷമായിട്ട് ഞാൻ അവിടെയാണ്. ഇതുവരെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പോഴാണ് ഈ കഴിഞ്ഞ മാസമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. മറ്റു യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അവിടെ. താങ്കളുടെ സഭയിലേക്ക് കൂടുതൽ വിശ്വാസികൾ വന്നു ചേർന്നോ? ദൈവവചനത്തിൽ ആകർഷകരായി, അതാണോ പ്രശ്നം? ഇപ്പോഴും കൂടുതൽ വരുന്നുണ്ട്. ഞാനിത് ഒരു ബോർഡ് പോലും നേരത്തെ വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സകല മീഡിയക്കാരും സകല ചാനലുകാരും ഇത് ചെയ്തു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തടയെ, ഞാനെന്ത് ചെയ്യാൻ? ഞാൻ ഒരിടത്തും പോകുന്നില്ല. ഞാൻ എൻ്റെ ചർച്ചിൽ പ്രാർത്ഥന നടത്തുന്നുള്ളൂ. അതിനകത്ത് ആൾക്കാർ വരികയാണ്. പാസ്റ്റർ തോമസ് ജോർജ്, ആ ഒരു പ്രദേശത്തെ നിങ്ങളുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? അവിടെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന മനുഷ്യരൊക്കെ ഉണ്ടല്ലോ. ദൌസ ഭാഗത്തൊക്കെ പട്ടിണി പാവങ്ങളായ മനുഷ്യരും ഒക്കെ ധാരാളമുള്ളതാണ്. അവർക്കിടയിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് അവരെ ക്രിസ്തുവിന്റെ വഴിയെ കൊണ്ടുവന്നിട്ടുണ്ടോ ധാരാളമായി? ഞങ്ങൾ അങ്ങനെയൊന്നും ഇറങ്ങിച്ചില്ല. ഞാൻ ഒരിടത്തും പോകാറില്ല. ഒരു ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും അല്ല അവർക്കുള്ളത്. അവർക്ക് മാനസിക പ്രശ്നമുണ്ട്, മനസ്സമാധാനമില്ല, പല പല വിഷയങ്ങളുണ്ട്. ഇവിടെ വന്നേരും പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നു. അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. മറ്റേ യാതൊരു സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമോ അങ്ങനെ യാതൊരു പരിപാടികളും ഞാൻ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങൾക്ക് ഒരിക്കലും ഇല്ലത്. ഈ വിഷയത്തിൽ ഇപ്പോൾ 15 തീയതിയാണ് കേസെടുത്തിരിക്കുന്നത്. 6 തീയതി പള്ളിയിലേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത BNS അടക്കം BNSലെ 4 വകുപ്പുകളുണ്ട്. അതിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് മതവികാരം വ്രണപ്പെടുത്തൽ, വിദ്വേഷ പ്രചാരണം, ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന്.
എനിവേ ജാമ്യം കിട്ടുമെന്ന് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യം 29 തീയതി വെച്ചു, അത് മാറ്റി 1-ാം തീയതിക്ക് വെച്ചു. 1-ാം തീയതി കഴിഞ്ഞപ്പോൾ 4-ാം തീയതിക്ക് വെച്ചിരിക്കുകയാണ്. ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നിയമ പോരാട്ടം താങ്കൾ തുടരൂ. അവിടെ മതപരിവർത്തനം താങ്കൾ നടത്തിയിട്ടില്ല എന്ന്, അല്ലെങ്കിൽ വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഈ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ നടത്തിയിട്ടില്ല എന്നതാണ് താങ്കളുടെ വിശ്വാസമെന്ന് ഞാൻ കരുതുന്നു. ഇവര് 5-10 പേരെ സെപ്പറേറ്റ് പോലീസ് വിളിച്ച് എൻക്വയറി ചെയ്തു. കഴിഞ്ഞ 23-ാം തീയതി എനിക്കെതിരെ പരാതി കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞ് 15-ാം തീയതി വരെയും പോലീസ് അന്വേഷിച്ചിട്ട് യാതൊരു എവിഡൻസും കിട്ടിയിട്ടില്ല. പിന്നെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ നിർബന്ധപ്രകാരമാണെന്ന് തോന്നുന്നു എന്റെ പേരിൽ ഇട്ടത്. പോലീസ് പല പ്രാവശ്യം പറഞ്ഞാലും ഞാൻ ഒരു തെളിവും കിട്ടിയിട്ടില്ല. അവിടെ ഈ നിർബന്ധിത മതപരിവർത്തന നിയമം നടപ്പായ സംസ്ഥാനമല്ലേ രാജസ്ഥാൻ? നിർബന്ധിത മതപരിവർത്തന നിയമം മന്ത്രിസഭ പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷേ ഗവർണർ ഒപ്പിട്ടിട്ടില്ലെന്നുള്ളത് അറിയാം. അവിടെ എന്തായാലും താങ്കൾ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായെന്നാണ് പറഞ്ഞത്? 20 അതോ 30? 22ാമത്തെ വർഷമാണ്. 22. അതിനിടയിൽ ഒരുപാട് പേർ വിശ്വാസികളായി വന്നോ അവിടേക്ക്? ആ പ്രാർത്ഥനയ്ക്ക് 150-200 പേര് വരുന്നുണ്ട് ഇപ്പോൾ. താങ്കൾ വന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു? വരുന്ന സമയത്ത് ഞങ്ങളുടെ മലയാളികളായ 1-2 ഫാമിലികൾ മാത്രമേ ഉള്ളായിരുന്നു. അവിടെ ഞങ്ങൾ ചെറിയ സ്ഥലത്ത് പ്രാർത്ഥന ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു കേട്ടിങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് ചർച്ചിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. ഇപ്പോൾ 200-ലധികം ആളുകളുണ്ടല്ലേ? ഇപ്പൊ 150-200 പേര് അവിടെ കൂടി വരുന്നുണ്ട്. അത് ഞാൻ ആരെയും വിളിച്ചിട്ട് വരുന്നില്ല. അല്ല ഇപ്പൊ ഇവര് പറയുന്നത് ഞാൻ പൈസ കൊടുക്കുന്നുണ്ടല്ല. ഞാനിപ്പോ 2-3 ആഴ്ചയായിട്ട് ആ സ്ഥലത്തില്ല. എന്നിട്ടും അവിടെ ആൾക്കാര്, ഇന്നലെയും സൺഡേയിൽ ആൾക്കാർ വന്ന് ഞങ്ങള് പ്രാർത്ഥന ചർച്ച തുറന്നു കിടക്കുകയാണ്. ചർച്ചക്കകത്ത് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് തെറ്റുകാരനല്ല. ഞാൻ ഇല്ലാതിട്ട് പോലും ഞാൻ താങ്കളെ തെറ്റുകാരനെന്ന് പറഞ്ഞില്ല. ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവൃത്തി, എങ്ങനെയാണ് പ്രവർത്തനം എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന് ചോദിച്ചതാണ്. അങ്ങനെയുള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രവർത്തനം ഒരു വീടുകളിൽ ഞങ്ങൾ പോകത്തില്ല. ആർക്കും ഒരു സഹായം ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. കാരണം സഹായം ചെയ്യാൻ ഞങ്ങളുടെ ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആരുടെ സപ്പോർട്ടില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ വിശ്വാസത്തിൽ കൊണ്ടിരുന്ന ഈ സ്തോത്ര കാഴ്ച എന്നുള്ള പരിപാടിയുണ്ട്. ഇപ്പോൾ ചോദിച്ചോട്ടെ, പാസ്റ്റർ തോമസ് ജോർജ്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, സുഖപ്പെടുത്തൽ ശുശ്രൂഷകൾ, രോഗശാന്തി ശുശ്രൂഷകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വലിയ ബോർഡുകളൊക്കെ വെച്ച്, ഫ്ലെക്സ് ഒക്കെ വെച്ച് നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. എങ്ങനെയാണ് രാജസ്ഥാനിലെ നിങ്ങളുടെ ഒരു പ്രവർത്തനം? എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും സമാന രീതിയിൽ പ്രവർത്തനമുണ്ടോ? ഒരു ബോർഡും വെച്ചിട്ടില്ല, ഒരു പബ്ലിസിറ്റി ഞങ്ങൾ കൊടുക്കാൻ പറ്റത്തുമില്ല, ഒന്നുമില്ല. കേരളത്തിലെ വേറൊരു ട്രെൻഡാണ്. ഞങ്ങളുടെ അവിടെ ഒരു ബോർഡും വെക്കത്തിലൊന്നുമില്ല. ആൾക്കാർ അറിഞ്ഞു കേട്ട് ആർക്കെങ്കിലും ഒരാൾക്കൊരു വ്യത്യാസം വന്നു കഴിയുമ്പോൾ അവർ ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ വരുന്ന ആൾക്കാരല്ലാതെ വേറെ ആരും വരുന്നില്ല. പെന്തക്കോസ്ത് സഭയല്ലേ താങ്കളുടേത്? അതെ, പെന്തക്കോസ്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് AG അസംബ്ലീസ് ഓഫ് ഗോഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും ജാമ്യാപേക്ഷയിൽ തീരുമാനം എന്താണെന്ന് അറിയാൻ നമുക്കും കാത്തിരിക്കാം. പാസ്റ്റർ തോമസ് ജോർജ്. ഓക്കെ, താങ്ക് യു. പാസ്റ്റർ തോമസ് ജോർജ് ആണ് നമുക്കൊപ്പം ചേർന്നത്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാഹുൽ സുരേഷ്, പാസ്റ്ററിനോട് സംസാരിക്കുകയായിരുന്നു. പാസ്റ്റർ അവിടെ 22 കൊല്ലം മുമ്പ് വരുമ്പോൾ 1-2 മലയാളി കുടുംബങ്ങളായിരുന്നു. ഇന്നത് 200-ലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ടൊക്കെയുള്ള ഒരു പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അവിടെ ഉണ്ടായതാണോ ഈ കേസിലേക്ക് എത്തിയത് എന്നതുകൂടി നമുക്കറിയണം. അതോടൊപ്പം കേരളത്തിൽ നിന്ന് പിന്തുണയൊന്നും കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കിട്ടിയതുപോലെ പാസ്റ്റർക്ക് കിട്ടിയിട്ടില്ല എന്നതുകൂടി അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. രാഹുൽ, സുജയ, ജൂൺ 29-ാം തീയതിയാണ് ആദ്യം ഈ ചർച്ചിലേക്കുള്ള പ്രതിഷേധം നടക്കുന്നത്. അന്ന് ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആരാധനാലയത്തിന്റെ അകത്ത് കയറിയ ശേഷം ബജരംഗ് ദൾ, RSS പ്രവർത്തകർ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അവർ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത്. തുടർന്ന് ജൂലൈ 6-ാം തീയതിയാണ് ഏതാണ്ട് 500ഓളം പ്രവർത്തകർ സംഘടിച്ച് ഈ ആരാധനാലയത്തിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുന്നുണ്ട്. ഏതാണ്ട് JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആരാധനാലയം തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു വരുന്നത്. പക്ഷേ നേരത്തെ തന്നെ തോമസ് ജോർജ് പോലീസിനെ അറിയിക്കുകയും അവർ അത് തടയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ആ പ്രശ്നം അവസാനിച്ചു എന്ന് കരുതുമ്പോഴാണ് 15-ാം തീയതി വീണ്ടും കേസെടുക്കുന്നത്. പാസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നപ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ പിന്തുണയ്ക്കുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പാസ്റ്റർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അദ്ദേഹം ഒളിവിൽ കഴിയുകയാണ്. അദ്ദേഹം അവിടെ ഇല്ല. അപ്പോഴും ഏതാണ്ട് 200ഓളം ആളുകൾ അവിടെ ആരാധനയ്ക്ക് വേണ്ടി ആ പള്ളിയിൽ എത്തുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ നിർബന്ധിത പരിവർത്തനം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഈ FIR-ൽ പറയുന്ന കാര്യം, പണം നൽകിയും അതോടൊപ്പം തന്നെ സൗജന്യ ചികിത്സ നൽകിയും ആളുകളെ മതപരിവർത്തനത്തിന് ഇരയാക്കി എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും പോലീസ് അന്വേഷണം നടക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യം, ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പുറത്താണ് ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള കേസുകൾ കെട്ടിച്ചമച്ചിട്ടുള്ളത്. അതിൽ തനിക്കൊന്നും ചെയ്യാനില്ല, താൻ ഒന്നും ചെയ്തിട്ടില്ല, താൻ ഇപ്പോഴും നിരപരാധിയാണ്. കഴിഞ്ഞ 21 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്താണെങ്കിലും ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. അതെന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ എന്താകുമെന്ന് നമുക്ക് നേരിട്ട് തന്നെ നോക്കിക്കാണാം. സുജയ. ഓക്കെ രാഹുൽ സുരേഷ്.